ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഷാരി അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അതേ സമയത്ത് സരയ് വന്നിട്ട് പറയുന്നുണ്ട്, അതെ അപ്പുറത്തെ വീട്ടിൽ അവനുണ്ടല്ലോ ആ കിരൺ, അവന്റെ മകനുണ്ടല്ലോ ആ കല്ലുമോൻ, അവന്റെ പിറന്നാളാണ് മറ്റന്നാൾ. ആന്റി വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ 28 കെട്ടും അന്നത്തെ ദിവസം തന്നെ നടത്താമെന്ന് പറയുമ്പോൾ ഷാരി പറയുന്നുണ്ട്, മോളെ അതെങ്ങനെ ശരിയാവാ, അന്നൊക്കെ മോനക്ക് 27 ദിവസമല്ലേ ആവുള്ളൂ, മോൾക്ക് 27 ദിവസമല്ലേ ആവുള്ളൂ, അപ്പൊ അതുകൊണ്ട് അന്ന് എങ്ങനെ നടത്താം, എന്താ 27 അന്ന് 28 നടത്താൻ പാടില്ല എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അവളുടെ വാശി തന്നെ നടക്കുകയാണ്. അപ്പുറത്തെ വീട്ടിൽ കിരണ് കല്ലുവിന്റെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഇവിടെയാണെങ്കിൽ അവള് കുഞ്ഞിന്റെ 28 ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് രൂപയാണെങ്കിൽ താര കൊടുത്തയച്ച സ്വർണ്ണൊക്കെ കുഞ്ഞിന് വന്ന് അണിയിക്കുകയും അതുപോലെ തന്നെ കല്ലുവിന്റെ അരികിലേക്ക് ആ സമയത്ത് എത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ഭംഗിയായി കഴിഞ്ഞതിന് ശേഷം ഇതേ സമയത്ത് ഷാരി വീണ്ടും ആകെ വിഷമത്തിലാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഈ കാര്യം എന്തായാലും രൂപയോട് പറയാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ രൂപയോ അറിയിക്കാൻ നിൽക്കുമ്പോൾ രൂപ പറയുന്നുണ്ട്, എനിക്ക് ഈ കാര്യം നേരത്തെ തന്നെ അറിയായിരുന്നു, ചേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അയാളാണ് എൻ്റെ കുഞ്ഞിൻ്റെയും ജീവിതം തകർത്തത് എന്നൊക്കെ ഷാരി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ആരെയും പഴിചാരിയിട്ട് കാര്യമില്ല എന്ന് രൂപ പറയുമ്പോൾ അവനെ എത്രയും വേഗം ഇല്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റണമെന്ന് പറയുന്നു. അപ്പോൾ ആ സമയത്ത് എങ്ങനെ അടർത്തി മാറ്റാനാണ്, എന്നാൽ സരയുവിനോട് ആ സത്യം തുറന്ന് പറഞ്ഞൂടെ എന്ന് രൂപ ചോദിക്കുന്ന സമയത്ത് രൂപയോട് ആ ഒരു സത്യം തുറന്ന് പറയുകയാണ്, രൂപ എൻ്റെ ഭർത്താവ് മറ്റൊരു ചതി കൂടി നിന്നോട് ചെയ്തിട്ടുണ്ട്, നിന്റെ ജീവിതത്തിലാണ് ചെയ്തിട്ടുള്ളത്. ആ താര എന്ന് പറയുന്ന സ്ത്രീ അവരെ ചതിച്ചത് നിന്റെ ഭർത്താവല്ല, അതായത് സേനൻ സാറല്ല, നിന്റെ ആങ്ങള തന്നെയാണ്. ആ ബഗാസുരനാണ് ആ താരയെ ചതിച്ചതും താരയ്ക്ക് ഒരു കുഞ്ഞിനെ സമ്മാനിച്ചതും. ആ കുഞ്ഞാണ് ഇപ്പൊ എൻ്റെ കൂടെയുള്ള സരയു എന്നുള്ള കാര്യം പറയുമ്പോൾ രൂപയാണെങ്കിൽ ആദ്യം കേട്ട പോലെ തന്നെ ഇങ്ങനെ നിൽക്കണം, ആദ്യമായിട്ട് കേട്ടതുപോലെ അഭിനയിക്കൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദുഷ്ടനാണ് ആ ബഗാസുരൻ. അപ്പൊ ആ ഒരു സത്യം മനോഹരന് അറിയാം, അത് എൻ്റെ മോളെ അറിയിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ അവന്റെ ഭീഷണി എന്ന് പറയുമ്പോൾ രൂപ പറയാണ്, എന്തായാലും അവൾ ഈ കാര്യങ്ങളൊക്കെ അറിയും, ഏട്ടത്തി അവനെ പേടിക്കാതെ അവളോട് സത്യങ്ങൾ തുറന്ന് പറയും എന്ന് പറയാണ്. എന്തായാലും താരയുടെ മകളാണ് അവളെന്ന് അവളെ അറിയിക്കാനായിട്ട് രൂപ പറയുമ്പോൾ രൂപയോട് സഹായം ചോദിക്കുകയാണ് ഷാരി. അങ്ങനെ രൂപ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് സരയുവിന്റെ അരികിൽ വന്നിട്ട് ആ ഒരു സത്യം തുറന്ന് പറയുകയാണ്. സരയുവിനോട് പറയുന്നുണ്ട്, അതായത് സരയുവും അതുപോലെ താരയും കൂടി ഒന്നിച്ച് രൂപയുടെ വീട്ടിൽ കിടന്നുറങ്ങി ആ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് സത്യങ്ങളെല്ലാം നമ്മുടെ സരയുവിനെ അറിയിക്കുകയാണ്. അങ്ങനെ സരയു അതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ അമ്മയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട്, ഞാൻ നിരപരാധിയാണ് മോളെ, നിന്റെ അച്ഛനാണ് ഇതിന്റെ എല്ലാത്തിനും പുറകില്. ഈ ഒരു സത്യം ആദ്യം അറിയിച്ചു കഴിഞ്ഞതിന് ശേഷം മനോഹറിനെ പറ്റിയുള്ള സത്യം അറിയിക്കാനാണ് ഷാരിയുടെ തീരുമാനം. അല്ലെങ്കിൽ ആദ്യം തന്നെ മനോഹറിനെ പറ്റി പറയുകയാണെങ്കിൽ മനോഹർ നേരെ താരയുടെ കാര്യം സരയുവിനെ അറിയിക്കുമെന്ന് ഷാരിക്ക് അറിയാം. അങ്ങനെ ഈ ഒരു കാര്യം അറിയിച്ച് കുറച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഷാരി മനുവിനെ പറ്റിയുള്ള, മനു ഒരു ദുഷ്ടനാണ്, ഇങ്ങനത്തെ ഒരാളാണെന്നുള്ള കാര്യം സരയുവിനെ അറിയിക്കുന്നത്. അങ്ങനെ സരയുവിനെ അതൊന്ന് ഉൾക്കൊള്ളാനുള്ളൊരു സമയവും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് കേട്ട് സരയുവിന് എന്തെങ്കിലും ബുദ്ധിമോശം സംഭവിക്കുക, അതായത് എന്തെങ്കിലും ആത്മഹത്യക്ക് ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഒരു പക്ഷേ മാനസിക നില തെറ്റിയ രീതിയിലേക്കൊക്കെ പോകുമെന്നൊക്കെ ഷാരിക്ക് അറിയാം. അതുകൊണ്ട് ഷാരി നല്ലോണം ആലോചിച്ചിട്ടൊക്കെയാണ് അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.